ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാജിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ മാജിക്കലാക്കാനും മാന്ത്രികത്തിൽ ഫുൾ സോക്ക് ചെയ്ത പുതിയ പുതിയ മിറക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസസാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിലിടുക, നിങ്ങളത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും ഗോൾ ലിസ്റ്റ് ഉണ്ടാക്കിയോ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതിയോ? ഓക്കെ. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു. വേറെയുള്ള നെഗറ്റീവ് ഇമോഷൻസ്, ക്രിറ്റിസിസം, ജെലസി അല്ലെങ്കിൽ ഡൗട്ട്, ഗിൽട്ട്, ആങ്കർ, ഷെയിം അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ഡീവിയേറ്റ് ആയി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വേഗം നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം. ഓക്കെ. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈയും കാലും കാതും കണ്ണും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. എപ്പോഴെങ്കിലും ഒരു ഓർഗൻ പണി മുടക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് അറിയുന്നത്. ഓക്കെ. അപ്പോൾ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ടാവും. ഇന്നത്തെ ചാപ്റ്റർ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഓക്കെ. ആണോന്ന് എനിക്കറിയില്ല. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഡേ 1. അപ്പോൾ ഇന്നാണ് ഒഫീഷ്യലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫാസൻ യുവർ സീറ്റ് ബെൽറ്റ്സ്. നമ്മുടെ ഒരു അമേസിങ് ജേർണിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നോട്ട്സ് എഴുതാനുള്ളവർ നോട്ട്സ് എഴുതുക. ഓക്കെ. സോ ഡേ 1, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. വെൻ ഐ സ്റ്റാർട്ടഡ് കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്, മൈ ഹോൾ ലൈഫ് ടേൺഡ് അറൗണ്ട്. ഓക്കെ. വില്ലി നെൽസൺ, സിംഗർ സോങ് റൈറ്റർ. അപ്പോൾ ഒരു സോങ് റൈറ്റർ പറയണം, ഞാൻ എപ്പോഴാണോ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നന്ദി പറയാൻ തുടങ്ങിയത്, ഞാൻ എത്ര അനുഗ്രഹീതമാണ്, ഞാൻ ഹൗ ബ്ലെസ്ഡ് ഐ ആം എന്ന് ഞാൻ റിയലൈസ് ചെയ്തപ്പോഴാണ് എൻ്റെ ഹോൾ ജീവിതം ടേൺ അറൗണ്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇന്ന് മകരസംക്രാന്തിയും കൂടിയാണ്. ഇപ്പം നല്ലൊരു തുടക്കമാണ്. അതൊക്കെ ആലോചിച്ച് ഭയങ്കര പോസിറ്റീവ് ഫീലിങ്ങോട് കൂടെ നിങ്ങൾ ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്യാം. യു വിൽ ഹാവ് ഹേർഡ് പീപ്പിൾ സേ ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഇംഗ്ലീഷിലൊരു ടേമാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് അല്ലേ. അപ്പോൾ അതെന്താണ്? ആൻഡ് വെൻ യു തിങ്ക് അബൌട്ട് ദ തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു ആർ ഡൂയിങ്. But what you may not have realized is that counting your blessings is one of the most powerful practices you can ever do. It will magically turn your whole life around. ഓക്കെ. ഇങ്ങനെയാണ് നമ്മുടെ 360 ഡിഗ്രി ട്രാൻസ്ഫോർമേഷൻ ആവാൻ പോകുന്നത്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഓക്കെ. അപ്പോൾ രാവിലെ എണീറ്റത് നമ്മൾ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഈ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാവണം. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഓക്കെ. വെൻ യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദ തിങ്സ് യു ഹാവ്, no matter how small they may be, you will see those things instantly increase. If you're grateful for the money you have, however little, you will see your money magically grow. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മണിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ ചെറിയ ചെറിയ കോയിനും നിങ്ങളുടെ ചെറിയ ചെറിയ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ചെറിയ തുകയാണെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സിലോ ഹാൻഡ് ബാഗിലോ എത്ര ചെറിയ തുകയാണെങ്കിലും ശരി, അതിന് നിങ്ങൾ നന്ദി പറഞ്ഞിരിക്കണം. ഓക്കെ. അതാണ് പറയുന്നത്. ഇഫ് യു ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി യു ഹാവ്, ഹൗഎവർ ലിറ്റിൽ, യു വിൽ സീ മണി മാജിക്കലി ഗ്രോ. അല്ലാതെ പേഴ്സ് തുറന്ന് നോക്കിയിട്ട് അയ്യോ എൻ്റെ കയ്യിലാകെ ഒരു 100 രൂപ മാത്രമേ ഉള്ളൂ, ബാങ്ക് അക്കൗണ്ടിലാകെ ഒരു 5000 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കാതെ, 5000 എങ്കിലും ഉണ്ടല്ലോ, ഒരാഴ്ചത്തേക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ ഉണ്ടല്ലോ അല്ലേ, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച. ഓക്കെ. അപ്പം അതിന് നന്ദി പറയുക. അങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. If you're grateful for a relationship, even if it's not perfect, you will see it miraculously get even better. If you're grateful for the job that you have, even if it is not your dream job, things will begin to change so that you enjoy your job more and all kinds of opportunities for your work will start suddenly appear. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ എന്താണ് അതിൽ നിങ്ങൾക്ക് താങ്ക്ഫുൾ ആവാൻ ഇപ്പോൾ ഉള്ളത്, അതിൽ നിങ്ങൾ നന്ദി പറയാം. ഓക്കെ. The flip side is that when we are not counting our blessings, we can fall into the trap of unintentionally counting negative things. അപ്പോൾ നമ്മുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയോ? നമ്മൾ നെഗറ്റീവ് ട്രാപ്പിലോട്ട് പോകും. ഓക്കെ. അൺഇൻറ്റൻഷനലി വി ആർ കൗണ്ടിങ് നെഗറ്റീവ് തിങ്സ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പ്രതിഫലിക്കാൻ തുടങ്ങുക. We count negative things when we talk about the things we don't have. We count negative things when we criticize, find fault with other people, when we complain about traffic, waiting in lines, delays, the government, not enough money, or the weather. When we count negative things, they increase too. But on top of that, with every negative thing we count, we cancel out blessings that were on their way. അപ്പോൾ
ഒരു സൈഡിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് നല്ല ജോലിയിൽ പ്രൊമോഷൻ വേണം, നല്ല സാലറി വേണം, നമ്മുടെ കുട്ടികൾ നന്നാവണം, നല്ല ആരോഗ്യം വേണം, എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു വശത്ത് നമ്മൾ ചുറ്റുമുള്ളതിനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തൊരു ട്രാഫിക്കാണ്, എന്തൊരു റോഡാണ്, എന്തൊരു ബിസിയാണ്, റോഡിൽ മുഴുവൻ കുണ്ടും കുഴിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കോമൺ മാൻ്റെ ടാക്സ് കൊണ്ടാണ് റോഡ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന ബ്രാക്കറ്റിലായിരിക്കാം, അല്ലാത്ത ബ്രാക്കറ്റിലായിരിക്കാം, എങ്കിലും നിങ്ങൾക്ക് റോഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഗവൺമെൻറ് പറയുന്നില്ലല്ലോ ടാക്സ് കൊടുക്കണവർക്ക് മാത്രമേ റോഡ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ എന്ന്. എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യത്തോടു കൂടി റോഡ് ട്രാഫിക് റൂൾസ് അനുസരിച്ച് റോഡ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അതിന് നമ്മൾ താങ്ക്ഫുൾ ആവുകയല്ലേ വേണ്ടത്? പണ്ടത്തെ കാലത്ത് റോഡില്ലാത്ത സമയത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കഷ്ടമായിരിക്കും ഓരോ സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്താൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു ഭയങ്കര ട്രാഫിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഓടിക്കാനൊരു വാഹനമുണ്ട്, അല്ലെങ്കിൽ ഒരു ബസ്സുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി എത്തുകയാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് ഓഫീസിലേക്ക് അല്ലേ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ ചുറ്റും കാണുന്ന എല്ലാത്തിനും നന്ദി പറയാം. ഓക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങളുടെ ആരോഗ്യത്തിന്, ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയൂലേ, ആരോഗ്യത്തിന് എല്ലാ ദിവസവും നന്ദി പറയാം. അപ്പോൾ ഒന്നിനെക്കുറിച്ചും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തും അതിനെ എപ്പോഴും കുറ്റം കണ്ടുപിടിച്ച് അതിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഉള്ളത് കൂടെ പോവും. അതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. ഫൈൻഡ്, ഇഫ് യു ഹാവ് മോർ, ഗോഡ് വിൽ ഗിവ് മോർ, ആൻഡ് ഇഫ് യു ഡു നോട്ട് ഹാവ്, വാട്ട് എവർ വിൽ ബി ടേക്കൺ അവേ. ഓക്കെ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇവിടെ എന്താണ് മോർ? നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. നിങ്ങളുടെ അടിവരയിട്ട് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, സോ ഓഥർ പറയണ, ഐ ഹാവ് ട്രൈഡ് ബോത്ത് കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ് ആൻഡ് കൗണ്ടിങ് നെഗറ്റീവ് തിങ്സ്, ആൻഡ് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ് ഇസ് ദ ഓൺലി വേ ടു ഹാവ് അബണ്ടൻസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ ബിസിനസ്സുകാരൊക്കെ എങ്ങനെയാണ് അവർ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ റിലയൻസ് ആയാലും ശരി, ടാറ്റ ആയാലും ശരി, എത്ര വലിയ ബിസിനസ് ഹൗസസ് ആയാലും ശരി, ഓക്കെ, അവർ എപ്പോഴും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടെയാണ്, ഓക്കെ, ഈശ്വരനോട്, പ്രപഞ്ചത്തോട്. അതുകൊണ്ടാണ് അവർ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ അവർ ഭയങ്കര ദാനശീലരാണ്. ഓക്കെ, കുറേ ചാരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, വേറെ എന്തോ അവരുടെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അവർ വെൽതി ആവാനുള്ള ഒരു ബേസിക് കാരണം, ഓക്കെ, അവരുടെ പൂർവികർ ചെയ്തതോ അവരുടെ ലീനിയേജിലുള്ളവർ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ബെറ്റർ ടു ലൂസ് കൗണ്ട് വൈൽ നെയിമിങ് യുവർ ബ്ലെസ്സിങ്സ് ദാൻ ടു ലൂസ് യുവർ ബ്ലെസ്സിങ്സ് ടു കൗണ്ട് യുവർ ട്രബിൾസ്. അപ്പം നമ്മളിങ്ങനെ ട്രബിൾസും കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരുന്ന അതിനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാതെ വി ഹാവ് ടു ലൂസ് കൗണ്ട് ഓഫ് യുവർ ബ്ലെസ്സിങ്സ്. ഈശ്വരൻ എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിനെ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കറിയാം, അത് എൻഡ്ലെസ് ലിസ്റ്റായിരിക്കും. അതായത് ഓരോ ചെറിയ കാര്യങ്ങൾ. ഞാനിരിക്കുന്ന സോഫ വരെ, ഓക്കെ, എനിക്കിപ്പോൾ കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫോൺ ക്യാമറ, എൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ്, എൻ്റെ ഈ ബുക്കുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഓരോരോ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, എൻ്റെ ലൈറ്റിംഗ് എല്ലാം. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് or as early in the day as you can, count your blessings. You can write out your list by hand, type it on computer, use a special book or journal and keep all of your gratitude in one place. Today you're going to make a simple list of 10 blessings in your life you're grateful for. When Einstein gave thanks, he thought about why he was grateful. When you think about the reason why you're grateful for a particular thing, person or situation, you will feel gratitude more deeply. Remember that the magic of gratitude happens according to the degree of your feeling. So with each item on your list, write the reason why you're grateful for. അപ്പോൾ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞു ആദ്യം, സർഫസ് ലെവലിൽ ഗ്രാറ്റിറ്റ്യൂഡ്, വെറുതെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. താങ്ക് യു, എനിക്ക് ഫോണുണ്ട്, താങ്ക് യു, എനിക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട് എന്ന് വെറുതെ താങ്ക് യു പറയാതെ എന്തുകൊണ്ട്, ഓക്കെ, എന്തിനാണ് നിങ്ങൾ, അപ്പോഴാണ് ആ ഫീലിംഗ് ശരിക്കും നമുക്ക് വരിക. എന്തുകൊണ്ട് ഞാൻ താങ്ക്ഫുള്ളാണ്,
ഓക്കെ, എനിക്ക് ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, സംസാരിക്കാം, മെസ്സേജ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, അതിൽ ഇമെയിൽസ് ചെക്ക് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്യാം, ഓക്കെ, വീഡിയോസ് ഷൂട്ട് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം, എല്ലാം. അപ്പോൾ അതിനൊക്കെ ഓരോരോ കാരണങ്ങൾ എഴുതുക. അപ്പോൾ ഇതിലൊരു ഫോമാറ്റ് പറയുന്നുണ്ട്, ഹിയർ ആർ സം ഐഡിയാസ് ഫോർ റൈറ്റിംഗ് യുവർ ലിസ്റ്റ്. ഐ എം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. ഇത് ഓഥർ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ പറയുന്നത്. ഐ എം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് വാട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഐ എം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് മൈ ഫോൺ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് മീ ക്ലിക്ക് പിക്ചേഴ്സ്, ഇറ്റ് ഹെൽപ്സ് മീ കോൾ അതേഴ്സ്. ഓക്കെ, അപ്പോൾ ഐ എം ട്രൂലി, ഞാൻ ഫുള്ളി കൃതാർത്ഥയാണ്, കൃതജ്ഞത, താങ്ക്ഫുള്ളായിട്ട്, ഗ്രേറ്റ്ഫുള്ളായിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ഞാൻ ശരിക്കും ബ്ലെസ്ഡാണ്. എന്തിന്? ഓക്കെ, എന്തിനാന്ന് എഴുതണം, എന്തുകൊണ്ട്. ഓക്കെ, അത് ആ ഒരു കാര്യം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ്റെ കാര്യമാണ്, ഐ എം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് മൈ ചിൽഡ്രൻ. ഓക്കെ, ബിക്കോസ് ദേ ആർ മൈ സോഴ്സ് ഓഫ് ജോയ്. അവരെനിക്ക് സന്തോഷം തരുന്നു. എൻ്റെ കുട്ടികൾ എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്, കാരണം അവരെന്നെ സന്തോഷിപ്പിക്കുന്നു. ഓക്കെ, ഐ എം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് മൈ പേരൻസ്. നമ്മുടെ മാതാപിതാക്കളോട് ബ്ലെസ്സിങ്സ്, അത് ഡെയിലി എഴുതേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. പക്ഷേ എന്തുകൊണ്ട്? കാരണം അവരെന്നെ എനിക്ക് എല്ലാം തന്ന് ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുത്തു. അതിന് ഞാൻ ട്രൂലി ബ്ലെസ്ഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഓക്കെ, അല്ലെങ്കിൽ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ, അല്ലെങ്കിൽ വിത്ത് ഓൾ മൈ ഹാർട്ട് താങ്ക് യു ഫോർ. ഓക്കെ, താങ്ക് യു ഫോർ മൈ പേരൻസ്, ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ, ഐ എം ട്രൂലി താങ്ക്ഫുൾ. ഏത് ഭാഷയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീലിങ്സ് വരുന്നത്, ഏത് ലാംഗ്വേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അത് വെച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, ആഫ്റ്റർ യു ഫിനിഷ് മേക്കിംഗ് യുവർ ലിസ്റ്റ് ഓഫ് 10 ബ്ലെസ്സിങ്സ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഥർ പറയുന്നത് 10 ബ്ലെസ്സിങ്സ് ആണ്. ഞാൻ പറയും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എഴുതും. ഓക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം വേഗം ഫോൺ എടുത്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ബ്ലെസ്സിങ്സ്. അപ്പോൾ അത്രയും സ്പീഡിലായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. ഞാനിപ്പോൾ 2 മാസമായിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം 2-3 വർഷമായി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വയ്ക്കുന്നു. അതിൽ ഞാൻ മിനിമം 10 ബ്ലെസ്സിങ്സ് എല്ലാ ദിവസവും എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചു വേറെ എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും കട്ട് ഓഫ് ചെയ്ത് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ജേർണൽ എഴുതും. അപ്പോൾ നാളെ ഞാൻ എൻ്റെ ജേർണൽ കാണിച്ചു തരാം. അത് ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞു. അതായത് കഴിഞ്ഞ പോലത്തെ ജേർണലിൽ കുറച്ച് പേജസും കൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. ആൻഡ് പുതിയ ജേർണൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടു ഹെൽപ്പ് യു ഫീൽ മോർ ഗ്രാറ്റിറ്റ്യൂഡ്, you can be grateful to the universe, God, spirit, goodness, life, your greater self, any other concept you're drawn to. After you finish making your list of 10 blessings, go back and read each one, either in your mind or out loud. When you get to the end of each blessing, say the magic word 3 times, thank you, thank you, thank you, and feel the gratitude for that blessing as much as you possibly can. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആരോടായി താങ്ക് യു പറയാൻ. ഓക്കെ, ദൈവവിശ്വാസമുള്ള ഒരു ദൈവത്തിനോട്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ താങ്ക് യു പറയും. ഓക്കെ, ആൻഡ് നിങ്ങൾ ഓൾറെഡി റീസൺസ് എഴുതിയിട്ടുണ്ട് ആർക്കാണ് താങ്ക്ഫുൾ ആയിരിക്കുന്നതെന്ന്. ഓക്കെ, മാതാപിതാക്കളോട്, ടീച്ചേഴ്സിനോട്, നിങ്ങളുടെ ബോസിനോട്, നിങ്ങളുടെ കമ്പനിയോട്, എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ലൈൻ എഴുതിയെന്ന് വയ്ക്കുക, ഐ ആം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് മൈ പേരൻസ് ബിക്കോസ് ദേ ഹവ് ബോട്ട് മീ അപ്പ് റിയലി വെൽ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഈ ലിസ്റ്റ് മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് ഓരോ സെൻറ്റൻസും എടുക്കുക, അതിൻ്റെ ഇടയിൽ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് ഫീൽ ചെയ്തുകൊണ്ട് പറയുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി. ഓക്കെ, സോ അപ്പോൾ എന്താ സംഭവിക്കുക? The practice of counting your blessings is so simple and so powerful in altering your life that I want you to add 10 more blessings to your list every day for the next 27 days. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി അടുത്ത 27 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. You might think it could be difficult to find 10 things you're grateful for every day, but the more you think about it, the more you will realize how much you have to be grateful for. Look closely at your life you have received and are continuing to receive so much, and each and every day you could be grateful for your home, family, friends, work, pet. You could be thankful for the sun, water, what you drink, the food that you eat, the air that you breathe. Without any of them you wouldn't be alive. You could be grateful for the trees, animals, ocean, bird, flowers, plants, blue skies, rain, stars, the moon, beautiful planet Earth.
You could be grateful for your senses, your eyes that see, your ears that hear, mouth that tastes, your nose that smells, your skin that enables you to feel. You could be grateful for the legs you walk on, your hands that you could use to do almost everything, your voice that enables you to express yourself and communicate with others. You could give thanks for your amazing immune system that keeps you well, all of your organs that maintain your body so that you can live. And what about the magnificence of your human mind, which no computer technology in the world can duplicate? So, here are a list of subjects, magic gratitude subjects: health and body, work and success, money, relationship, passion, happiness, love, life, nature, material goods and services, any subject of your choosing. You should feel significantly better and happier after each time you count your blessings, and how good you feel is your measure of how much gratitude you felt. The more gratitude you felt, the happier you will feel, and the faster your life will change. Some days you will feel happy really quickly, and other days it will take a little longer. But as you continue to count your blessings every day, you will notice a bigger and bigger difference in the way you feel each time, and you see your blessings magically multiply. Make sure to read. Okay, അപ്പോൾ ഇന്നത്തെ മെയിൻ ആക്ടിവിറ്റി ഇതാണ്. 10 ബ്ലെസ്സിങ്സ് എഴുതുക. ഞാൻ എല്ലാ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി പാർട്സ്, നേച്ചർ, ഓക്കെ, സൺ, വാട്ടർ, അപ്പോൾ ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും. മരങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം? വെള്ളമില്ലെങ്കിൽ എന്തായിരിക്കും? ഒരു ദിവസം നമുക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണമില്ലാതിരിക്കാൻ പറ്റും, പക്ഷേ വെള്ളം. അപ്പോൾ ഡെയിലി നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ താങ്ക് യു പറയുക വെള്ളത്തിനോട്. ഓക്കെ, അപ്പോൾ അത് ലിസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് 100,000 കാര്യങ്ങളുണ്ട് താങ്ക് യു പറയാൻ. ഓക്കെ, ഇത് എഴുതുക തന്നെ വേണം. ഇത് ഫോണിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജേർണൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെറുതെ മനസ്സിൽ പറഞ്ഞുകൊണ്ടായില്ല. അതിൽ ഓരോ സെൻറ്റൻസ് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സമ്മറി. മാജിക് പ്രാക്ടീസ് നമ്പർ 1. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, മേക്ക് എ ലിസ്റ്റ് ഓഫ് 10 ബ്ലെസ്സിങ്സ് ഇൻ യുവർ ലൈഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. റൈറ്റ് വൈ യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ. അതായത് നിങ്ങൾക്കിപ്പോൾ രാവിലെ ഓഫീസൊക്കെ ഉണ്ട്, വീട്ടിലത്തെ ജോലി കഴിപ്പിക്കാനുണ്ട്, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ രാത്രി എഴുതുക. ഓക്കെ, പക്ഷേ ഐഡിയൽ നിങ്ങളുടെ രാവിലെ ഒരു 1/4 മണിക്കൂറെങ്കിലും നേരത്തെ എണീക്കാൻ നോക്കുക. എന്നിട്ട് ബ്ലെസ്സിങ്സ് ഫ്രഷ് ആയിട്ട് മൈൻഡോടെ എഴുതുമ്പോൾ നിങ്ങളുടെ ആ ദിവസം ഏറ്റവും നല്ല രീതിയിൽ പോവും, സന്തോഷകരമായിട്ട് പോവും. ഓക്കെ, ആൻഡ് അത് തീരെയും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാത്രി സജസ്റ്റ് ചെയ്യുള്ളൂ. ഐഡിയൽ ടു റൈറ്റ് ഇൻ ദ മോർണിംഗ്. Go back and read your list either in your mind or out loud. When you get to the end of each one, say the magic words thank you, thank you, thank you, and feel the gratitude for that blessing as much you possibly can. Repeat the first 3 steps of this magical practice every morning for the next 27 days. അപ്പോൾ അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. നമ്മൾ ഡേ 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഓക്കെ, ഇന്ന് എപ്പോഴാണ് സമയം കിട്ടണമെന്ന് വെച്ചാൽ ഇത് ചെയ്യാം. നാളെ രാവിലെ തന്നെ ഇത് ചെയ്യണം. ഓക്കെ, ഇന്നും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് 27 ഡേയ്സ് ചെയ്യാനുള്ള പ്രാക്ടീസാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നെ അറിയിക്കൂ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമായ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരൽ നിൽക്കും. ഓക്കെ, നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആയി തുടങ്ങും. നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് കോൺവെർസേഷൻസിൽ ഏർപ്പെടുന്നതായിട്ട് തോന്നും. നിങ്ങളുടെ നെഗറ്റീവ് ന്യൂസൊക്കെ കാണൽ നിർത്തും. ഓട്ടോമാറ്റിക്കലിയാണ് നമ്മുടെ ചേഞ്ചസ് വരാൻ തുടങ്ങുന്നത്. ഭയങ്കര മൈന്യൂട്ട് ചേഞ്ചസ് ആയിരിക്കും, പക്ഷേ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എൻ്റെ അഭ്യർത്ഥനയാണത്. ഇത്രയും നല്ലൊരു മാജിക് പ്രാക്ടീസ് നമുക്ക് ഷെയർ ചെയ്ത് റോണ്ട ബയറിനോട് നന്ദി. അത് നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ഓക്കെ, അത് കാരണമാണ് റോണ്ട ബയർ ഒരു കോപ്പി റൈറ്റും വെക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാം, യൂട്യൂബിലിടാം, സോഷ്യൽ മീഡിയയിലിടാം. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റി അല്ലേ. അപ്പോൾ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ട്, എപ്പോഴും ചെയർഫുള്ളായിട്ട്, ജോയ്ഫുള്ളായിട്ട് നമ്മുടെ ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഓക്കെ, അതിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു ധർമ്മമല്ലേ, നമ്മുടെ ഒരു മോറൽ ഡ്യൂട്ടി അല്ലേ നമുക്ക് തന്ന ഈ നമ്മുടെ ജീവിതത്തിന് ഒരു നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ക്രിയേറ്ററിനോട്, നമ്മുടെ പ്രപഞ്ചത്തിനോട്. ഓക്കെ, നമുക്ക് തരുന്ന എല്ലാ സൗകര്യങ്ങൾക്കും, വായു, വെള്ളം, ഭൂമി, ഓക്കെ, പ്ലാന്റ്സ്, എല്ലാത്തിനും ഭയങ്കര താങ്ക്ഫുൾ ആവുക, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. ഓക്കെ, ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിച്ചു കൊള്ളുന്നു.
കോമെൻറ്റിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാം, ഐ എം താങ്ക് യു ഫോർ മൈ പേരൻസ്. ഓക്കെ, എന്തിനൊക്കെയാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്, അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാം. ഇത് വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഓർമ്മ വരും, അവരെന്തൊക്കെയാണ് ഗ്രേറ്റ്ഫുൾ ആവാതിരുന്നത്, അവരത് ടൈപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ലോകത്തിൽ സ്പ്രെഡ് ചെയ്യുക. ഈ നെഗറ്റിവിറ്റിയെ ഫൈറ്റ് ചെയ്യാൻ ഒരേ ഒരു ഇമോഷനേ ഉള്ളൂ, ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൻ്റെ ഒരു അംബാസഡറായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാം. ഓക്കെ, അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും കോമെൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നത് പോലെ നിങ്ങൾ കുറേ മീംസും ജോക്സും ഒക്കെ ഫോർവേഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർമ്മിക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. ബൈ.